മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ്, ഡിപ്ലോമ ഇൻ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ എക്സ്റേ ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ്. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ. വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി യൂണിഫോം, ID കാർഡ് വിതരണം, കൺസെഷൻ കാർഡ്, കമ്പ്യൂട്ടർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും ലഭ്യമാണ്. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ചേലക്കര മേഖലയിലെ കാട്ടാന ശല്യം പരിഹരിക്കുന്നതിനു വേണ്ടി വനം വകുപ്പ് പ്രത്യേക ദൗത്യ സംഘത്തെ രൂപീകരിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നിയമസഭയിൽ അറിയിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിൽ ജനജീവിതം ദുസ്സഹമാക്കുന്ന കാട്ടാന ശല്യത്തിന് പരിഹാരമായി പ്രത്യേക ദൗത്യ സംഘത്തെ രൂപീകരിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നിയമസഭയിൽ വ്യക്തമാക്കി. ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് യുവാർ പ്രദീപ് MLA ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. എല്ലാവരും സംയുക്തമായി ഈ കാര്യത്തിലുമുള്ള ആലോചിക്കേണ്ടതാണ്. എന്റെ ചോദ്യം, ചേലക്കരയിൽ എല്ലാ ദിവസവും ഞാൻ ഇന്നലെ സബ്മിഷൻ അവതരിപ്പിച്ചു. ഇന്നലെ രാത്രിയും ഈ വീട് മുറ്റത്തും പുറകിലും എല്ലാം വന്ന് വലിയ രീതിയിലാണ് സാർ ആളുകൾ. അവിടെ ചേലക്കരയെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പീച്ചി ഭാഗത്ത് നിന്നാണ് ഇത് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് വരുന്ന ഭാഗം ചെറിയൊരു ഭാഗമാണ് സാർ. അവിടെ ഉദ്യോഗസ്ഥരെ യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ ആ യോഗത്തിനകത്ത് അവർ പറഞ്ഞ നിർദ്ദേശം ഈ ആനകളെ നമുക്ക് ഉൾക്കാട്ടിലേക്ക് ആക്കി അവിടെ നമുക്കിത് ഈ ഹാങ്ങിങ് ഫെൻസിങ്ങോ എന്തെങ്കിലും ചെയ്യും. അത്രയും ചെലവ് വേണമെങ്കിൽ MLA ഫണ്ടൊന്നും വെക്കാൻ കഴിയും സാർ. പക്ഷെ ഇവിടെ അതിനൊരു ദൗത്യം ഉണ്ടാക്കാൻ അടിയന്തരമായി ഒരു ഇടപെടൽ നടത്തി തരാൻ കഴിയുമോ എന്നതാണ് സാർ എൻ്റെ ചോദ്യം. നേരത്തെ അതിരപ്പള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ മരണം സംഭവിച്ചപ്പോൾ രൂപീകരിച്ചതിന് സമാനമായ സ്പെഷ്യൽ ഡ്രൈവ് ചേലക്കരയിലും സംഘടിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി അറിയിച്ചു. കുതിരാൻ തുരങ്കം തുറന്നതോടെ പീച്ചി വനമേഖലയിൽ നിന്നും ചേലക്കര ഭാഗത്തേക്ക് കൂട്ടത്തോടെ കടന്നുവന്ന 14 കാട്ടാനകളിൽ 2 ആനകൾ മാത്രമാണ് നിലവിൽ തിരിച്ചുപോയിട്ടുള്ളത്. ബാക്കി 12 ആനകളും പ്രദേശത്ത് തുടരുന്നത് ജനങ്ങളിൽ കടുത്ത ഭീതി ഉണ്ടാക്കുന്നുണ്ട്. വനം വകുപ്പിലെ ജീവനക്കാരുടെ അപര്യാപ്തത വെല്ലുവിളിയാണെങ്കിലും കാട്ടാനകളെ തുരത്താൻ അടിയന്തര നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കും. ആനകൾ കടന്നുവന്ന കുതിരാൻ ഭാഗത്ത് റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുക എന്നതാണ് ഇതിനുള്ള ശാശ്വത പരിഹാരമെന്നും ഇതിനായുള്ള നടപടികൾ വനം വകുപ്പ് ആലോചിച്ചു വരികയാണെന്നും മന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകി. സർ, ഇത് കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയല്ല. 14 ആനകൾ ഈ പറയുന്നില്ല ടണല് കുതിരാൻ ഇത് വന്നതിന് ശേഷം അന്നത്തെ ചില അബദ്ധങ്ങൾ കൊണ്ട് മാത്രം അന്ന് റെയിൽ ഫെൻസ് സൃഷ്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല, ആനത്താര മുറിയുമെന്ന് പറഞ്ഞിട്ട് 14 ആനകൾ ഇപ്പുറത്തെ പ്രദേശത്ത് ഇറങ്ങി സർ. പിന്നെ നമ്മൾ സോളാർ ഫെൻസ് ഇട്ടു. അന്നേരം ഇപ്പുറത്ത് ഇറങ്ങിയതിന് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ 14 എണ്ണത്തിൽ 2 എണ്ണം തിരിച്ചു പോയി, 12 എണ്ണം അവിടെ തന്നെ ഉണ്ട്. ഒരു സ്പെഷ്യൽ ഡ്രൈവ് നമുക്ക് അതിനു വേണ്ടി നടത്താം. അതിന് ഒത്തിരി പരിമിതിയുണ്ട്. സ്പെഷ്യൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇത് മറ്റ് ജനവാസ മേഖലയിലേക്ക് പോകാൻ നോക്കണം, പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ അതിരമ്പള്ളിയിൽ ഉള്ളത് വെച്ചുകൊണ്ട് ഒരു മരണത്തെ തുടർന്ന് 100 പേരുടെ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ തയ്യാറാക്കി ചെയ്യുകയാണ്. എല്ലാത്തിനും ഉള്ള ഫോഴ്സ് നമ്മുടെ കയ്യിലില്ല. തീർച്ചയായിട്ടും ഇപ്പൊ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെയും 500 പേരുടെ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെയും ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അതിനെ തുടർന്ന് നമുക്ക് അതിന്റെ തീവ്രത വെച്ച് ഓരോ പ്രദേശമായിട്ട് അഡ്രസ് ചെയ്യാം. അതാണല്ലോ. ന്യൂസ് ഡെസ്ക് CCV.